ശ്രീ വർഗീസ് ജോർജ്, അങ്ങ് ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഈ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള പ്രത്യേക പദ്ധതികൾ ഒന്നും കാണുന്നില്ല എന്നതാണ്. പക്ഷേ വളരെ കൃത്യമായ ചില പദ്ധതികളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന് ബയോഫാർമ സ്ട്രാറ്റജിയാണ്. ഈ ആഗോള ബയോഫാർമ നിർമ്മാണ ഹബ്ബാക്കി മാറ്റുകയാണ് ഭാരതത്തെ. 10,000 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ തൊഴിലെടുക്കുന്ന യുവാക്കളുടെ എണ്ണം കൂടാൻ പോകുകയാണ്. ഈ 10,000 കോടി വകയിരുത്തുമ്പോൾ തന്നെ സ്വാഭാവികമായും ഒരു പ്രൊഡക്ഷനാണ് അവിടെ വരാൻ പോകുന്നത്. മറ്റൊന്ന് MSMEയുടെ വളർച്ചയാണ്. ഈ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ശാക്തീകരിക്കാൻ 10,000 കോടിയുടെ ഗ്രോത്ത് ഫണ്ടാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇലക്ട്രോണിക് ഘടകങ്ങളുടെ നിർമ്മാണത്തിനുള്ള വിഹിതം 40,000 കോടി എന്ന് പറയുമ്പോൾ ഈ തീർച്ചയായും ഈ ഇലക്ട്രോണിക് ഘടകങ്ങളുടെ നിർമ്മാണമായാലും ബയോഫാർമ സ്ട്രാറ്റജി ആയാലും MSME ആയാലും ഇതൊക്കെ ഉൾക്കൊള്ളുന്നത് യുവാക്കളെയാണ്. ഈ യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തരം വലിയ പദ്ധതികൾ രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു എംപ്ലോയ്മെന്റ് ക്രിയേഷൻ കൃത്യമായി നടക്കുന്നില്ലേ? നമ്മുടെ ഒരു ഓവറോൾ ഗ്രോത്ത് ഇക്കോണമിയുടെ പ്രധാനപ്പെട്ട പില്ലേഴ്സ് നോക്കുമ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ എത്ര പ്രായോഗികമാണെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ തന്നെ നമ്മുടെ മാനുഫാക്ചറിങ്, നമ്മുടെ എക്സ്പോർട്ട്, മെർച്ചൻഡൈസ് എക്സ്പോർട്ട് ആണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടിനേക്കാൾ വളരെ കുറവാണ്. എന്തുകൊണ്ടാണത്? ഇനിയും പറഞ്ഞ ഈ 2-3 ഉദാഹരണങ്ങളിലൂടെ എക്സ്പോർട്ട് വരേണ്ടതല്ലേ? IT സർവീസസിൻ്റെ എക്സ്പോർട്ട് വളരെ കൂടേണ്ടതല്ലേ? പക്ഷേ നമ്മുടെ മെർച്ചൻഡൈസ് എക്സ്പോർട്ട് വളരെ കുറഞ്ഞു വരുന്നു, ഇമ്പോർട്ടാണ് വളരെ കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ട്രേഡ് ഡെഫിസിറ്റ് നമ്മൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ട്രേഡ് ഡെഫിസിറ്റ് വർദ്ധിക്കുമ്പോൾ അത് നമ്മുടെ ഇൻഫ്ലേഷനെ ബാധിക്കും, എംപ്ലോയ്മെൻറ്റിനെ ബാധിക്കും. നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനകമ്മി, മിസസ് നിർമ്മല സീതാരാമൻ എപ്പോഴും നമ്മുടെ സ്റ്റേറ്റുകളോട് പറയും നിങ്ങൾ 3% താഴെ നിങ്ങളുടെ ധനകമ്മി നിർത്തണമെന്ന്. പക്ഷേ ഈ ബജറ്റിൽ മിസസ് നിർമ്മല സീതാരാമന് പോലും 4% കുറവായിട്ട് നമ്മുടെ സെൻട്രൽ ബജറ്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല, ധനകമ്മി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. സ്റ്റേറ്റുകളോട് നമ്മൾ പറയും നിങ്ങൾക്ക് 3% നിങ്ങൾ ധനകമ്മി നിർത്തണം. ശരി, ഇനി 0.5% കൂടി വേണമെങ്കിൽ നിങ്ങൾ പ്രൈവറ്റൈസേഷൻ വേണമെന്നാണ് മിസസ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. ഇപ്പോൾ കേരള ഉദാഹരണത്തിന്, കേരളം 0.5% കൂടി വായ്പാ പരിധി വേണമെന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് ശരി നിങ്ങൾ അത് നടത്തിക്കോ, പക്ഷേ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബോർഡ്, സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് മുഴുവൻ പ്രൈവറ്റൈസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സെൻറ്ററിന് സാധിക്കാത്തൊരു കാര്യം എങ്ങനെയാണ് സ്റ്റേറ്റുകൾക്ക് സാധിക്കുന്നത്? ഇതാണ് ഒന്നാമത്തെ എൻ്റെ ഒരു കൺസേൺ, ഫിസ്ക്കൽ ഡെഫിസിറ്റ്. രണ്ടാമത്തേത് ട്രേഡ് ഡെഫിസിറ്റ്. മൂന്നാമത്തേത് നമ്മുടെ എക്സ്പോർട്ട്സ് വളരെ കുറഞ്ഞു വരുന്നു, ഇത്രയേറെ കൺസെഷൻസ് കൊടുത്തിട്ട്. നലാവ് നെല്ലിമ ചോദിച്ച പോലെ ഇപ്പം ഈ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ വളരെ അണ്ണീക്കലായ ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിലേക്കും കൂടുതൽ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ നമ്മുടേതാണെങ്കിലും മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻസ് ആണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കൂടുതലായിട്ട് ഈ വിപണിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളതിനെക്കുറിച്ച് കാര്യമായിട്ട് ആലോചിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പേറ്റന്റ് നിയമ ഭേദഗതിയെ തുടർന്ന് ഇന്ത്യൻ കമ്പനികളുടെ ആധിപത്യം നഷ്ടപ്പെടുകയും മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ആധിപത്യം നേടുകയും ചെയ്തു. ഉദാഹരണത്തിന് കോവിഡ് വാക്സിൻ ഉൽപ്പാദിപ്പിച്ചു, ഭാരത് ബയോടെക് ഉൽപ്പാദിപ്പിച്ചു. അതൊരു പ്രൈവറ്റ് കമ്പനിയായിരുന്നു. ആ ഭാരത് ബയോടെക് കമ്പനി ഉൽപ്പാദിപ്പിച്ച കോവിഡ് വാക്സിൻ ആരാണ് കണ്ടുപിടിച്ചത്? അത് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻസാണ്. അവരെ ആരാ ഫണ്ട് ചെയ്തത്? ഗവൺമെൻറ്റുകൾ ഫണ്ട് ചെയ്ത് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻസ് അത് ഐഡൻറ്റിഫൈ ചെയ്ത് ഉൽപ്പാദിപ്പിച്ച്, അപ്പോൾ അതിൻ്റെ ലാഭം മുഴുവൻ വന്നത് ഇന്ത്യയിലെ ഒരു പ്രൈവറ്റ് കമ്പനിക്ക്. ഇപ്പോൾ ഇന്ത്യയിലെ ഈ വർഷത്തെ ഏറ്റവും പുതിയ ധനികർ, പഴയ ധനികരല്ല, ടാറ്റ, ബിർള, ഗോയങ്ക അല്ല, ഈ പുതിയ ധനികരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ രണ്ടാമത്തെ പേര് പൂനാവാലാണ്, ഭാരത് ബയോടെക്കിൻ്റെ. കാരണം കോവിഡ് വാക്സിൻ ഉൽപ്പാദിപ്പിച്ചപ്പോൾ ആദ്യം ഒരു ഡോസിന് 600 രൂപയാണ് മേടിച്ചത്. പിന്നെ പബ്ലിക് പ്രഷർ കൊണ്ട് 300 ആക്കി. അപ്പോൾ ഈ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻസിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അത് ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ മാനുഫാക്ചറിങ് ഫാർമസ്യൂട്ടിക്കൽ യൂണിറ്റ്സുകൾ മുഴുവൻ വീക്കെൻഡായിപ്പോയി. ഇപ്പം കൊടുക്കുന്ന പ്രൈവറ്റ് കോർപ്പറേഷൻസിനാവട്ടെ അവർ പ്രോഫിറ്റ് മൊണോപ്പൊളൈസ് ചെയ്യുന്നു. അതേസമയം തന്നെ നമ്മുടെ വിപണി മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻസ്. പിന്നെ മിസസ് വന്ദന
ഹരിഹരൻ പറഞ്ഞ ഒരു കാര്യം നമ്മുടെ മിനറൽസിനെ സംബന്ധിച്ച് അത് നിലയമേ ചോദിക്കുകയുണ്ടായി. നമ്മുടെ മിനറൽസ് അത് ശരിയാണ്. ഇപ്പോൾ ഈ US താരിഫ് വന്നപ്പോൾ ചൈന എങ്ങനെയാണ് പിടിച്ചതെന്ന് ചോദിച്ചാൽ, ചൈനയ്ക്ക് നമ്മുടേതുപോലെ മിനറൽസ് ഉണ്ടായിരുന്നു. അവർ കമ്പ്യൂട്ടർ ചിപ്പ് ഉണ്ടാക്കാൻ, എയറോപ്ലെയിൻ ഉണ്ടാക്കാൻ അവർക്ക് ബോക്സൈറ്റ്, ഇൽമനൈറ്റ്, മോണോസൈറ്റ് ഈ മിനറൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചൈന പറഞ്ഞു നിങ്ങൾ 50% താരിഫ് കൊടുക്കുകയാണെങ്കിൽ ട്രംപിനോട് പറഞ്ഞു ഞങ്ങൾ മിനറൽസ് തരത്തില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് ട്രംപ് അത് പിൻവാങ്ങി. നമുക്ക് കേരളത്തിൽ ഇതുപോലെ മിനറൽസ് ഉണ്ട്, ബോക്സൈറ്റ്, ഇൽമനൈറ്റ്, മോണോസൈറ്റ്. ഇത് നമുക്ക് ഏതാണ്ട് 2 ലക്ഷം മില്യൺ ഉണ്ട് നമുക്ക്. പക്ഷേ ഇത് നമുക്ക് ശരിക്കും ഉപയോഗിച്ചിട്ടില്ല. ഇത് ശരിക്കും പബ്ലിക് സെക്ടറിൽ മാത്രമേ ഉപയോഗിക്കാവൂ. വളരെ ലിമിറ്റഡായിട്ട് മാത്രമേ നമ്മൾ പ്രൈവറ്റ് സെക്ടറിന് ഇത് കൈമാറാവൂ. ഇത് പബ്ലിക് സെക്ടറിന് ഉപയോഗിച്ചാൽ ഗൾഫിലെ ഓയിൽ പോലെ ലോകത്തിലെ ഏറ്റവും ധനിക രാജ്യങ്ങളായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. പക്ഷേ ഇവിടെ എൻ്റെ സ്നേഹിതൻ ഹരി പറഞ്ഞ പോലെ ഈ മിനറൽസ്, കേരളത്തിൻ്റെ അപൂർവ വിഭവങ്ങൾ നമ്മൾ പ്രൈവറ്റ് കോർപ്പറേഷൻസിന് കൈമാറിയാൽ ഈ അപൂർവമായ വിഭവങ്ങളെല്ലാം ചിലിയിൽ സംഭവിച്ച പോലെ. അപ്പോൾ തന്നെ ശ്രീ വർഗീസ് ജോർജ്, ഇപ്പോൾ നമ്മുടെ ഈ ധാതു, കേരളത്തിന്റെ ധാതു സമ്പത്ത് യഥാർത്ഥത്തിൽ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നത് പ്രൈവറ്റ് പാർട്ടീസ് തന്നെയല്ലേ? കരിമണൽ കർത്തയൊക്കെ ആ രംഗത്ത് വളരെ സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ ചവറ KMML ഒക്കെ ഉണ്ട്. പക്ഷേ KMML ഒക്കെ ഇത് എത്രമാത്രം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്നതൊക്കെ ഒട്ടേറെ വാർത്തകളിൽ വന്നതാണ്. അപ്പോൾ ഒരു യഥാർത്ഥ കൊള്ളയടി ഇവിടെ നടക്കുന്നുണ്ട്. ആ കൊള്ളയടിക്ക് ഒരു മാറ്റം എന്തായാലും വരുമല്ലോ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമ്പോൾ. മാത്രവുമല്ല, അത് രാജ്യത്തിന്റെ പുരോഗതിക്ക്, നമ്മുടെ അടിസ്ഥാന ഊർജ്ജക്ഷമത ഇതൊക്കെ നിലനിർത്താൻ വേണ്ടി പ്രയോജനകരമാകുകയാണ്. പക്ഷേ കർത്ത അത് എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് മറ്റ് തരത്തിലാണ് വിനിയോഗിക്കപ്പെടുന്നത്. ശരിയാണ് നിരീമ. നമ്മളിപ്പോൾ നമ്മുടെ റെയറേഴ്സ് 2 സ്ഥാപനങ്ങളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് നമ്മുടെ ഇന്ത്യൻ റെയറേഴ്സ് കമ്പനി, മറ്റേത് KMML എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇവർ നമ്മുടെ ചവറ മുതൽ കൊല്ലം വരെയുള്ള പ്രദേശങ്ങളിലെ കരിമണൽ അവരെടുത്തുകൊണ്ട് പോയിട്ട് വാസ്തവത്തിൽ ഇന്ത്യൻ റെയറേഴ്സ് അല്ലെങ്കിൽ KMML തുടങ്ങിയ കമ്പനികൾ അത് സംസ്കരിച്ചതിന് ശേഷം ബാക്കി മുഴുവൻ അവിടെ തന്നെ കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. അത്ര റെഗുലേറ്റഡ് ആണ് കേന്ദ്ര ഗവൺമെൻറ്.